സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തില്ല. ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശകൾ ഭേദഗതികളോടെ അംഗീകരിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കും. റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള തസ്തികയിൽ എംപ്ലോയ്മെന്റ് നിയമനം പാടില്ല. പെൻഷൻ പറ്റുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ലഘൂകരിക്കാനും മന്ത്രിസഭായോഗ തീരുമാനം. മുനമ്പം വിഷയത്തിൽ 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനോട് ആവശ്യപ്പെടും. വിഴിഞ്ഞത്ത് സപ്ലിമെന്ററി കൺസെഷൻ കരാറിൽ ഏർപ്പെടുന്നതിന് അനുമതി. നാട്ടിക വാഹനാപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ധനസഹായം നൽകാനും സർക്കാർ തീരുമാനം. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത് 1458 സർക്കാർ ജീവനക്കാർ. തട്ടിപ്പ് നടത്തിയവരിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെ. കർശന നടപടിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ നിയമിച്ച ചാൻസലറുടെ നടപടി പ്രതിഷേധാർഹമെന്ന് CPIM. ചട്ടവിരുദ്ധമെന്ന് മന്ത്രി ആർ ബിന്ദു. കോടതിയെപ്പോലും ഗവർണർ വെല്ലുവിളിക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ്. അദാനി അഴിമതിയിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും സ്തംഭിച്ചു. അമേരിക്കൻ കോടതി കുറ്റം ചുമത്തിയിട്ടില്ലെന്ന വാദവുമായി അദാനി ഗ്രൂപ്പ്. വഖഫ് ഭേദഗതി ബില്ല് ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ലെന്ന് BJP. കൊച്ചി ടസ്കേഴ്സ് ക്രിക്കറ്റ് ടീമിൽ സുനന്ദ പുഷ്കറിനെ ഉൾപ്പെടുത്താൻ ശശി തരൂർ ഭീഷണിപ്പെടുത്തിയതായി ലളിത് മോദി. മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി കെ സുരേന്ദ്രൻ. BJPക്കെതിരെ വാർത്ത നൽകുന്ന ഒരുത്തനെയും വെറുതെ വിടില്ലെന്ന് സുരേന്ദ്രൻ. ഗാന്ധിയെ നിശബ്ദനാക്കണമെന്ന് പറഞ്ഞതിന്റെ പുതിയ രീതിയാണ് സുരേന്ദ്രനെന്ന് ഗോവിന്ദൻ മാസ്റ്റർ. ചേലക്കരയിലെ പരാജയ കാരണം കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങളെന്ന് VD സതീശൻ. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം. പാലക്കാട്ടേത് ഷാഫിയുടെയും ശ്രീകണ്ഠന്റെയും മാത്രം ജയമെന്ന് AICC സെക്രട്ടറി PV മോഹൻ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം D ഗുഗേഷിന് ജയം. പെർത്ത് ടെസ്റ്റിലെ മികച്ച പ്രകടനത്തോടെ ടെസ്റ്റ് റാങ്കിങ്ങിലെ ബൗളർമാരുടെ പട്ടികയിൽ ജസ്പ്രീത് ബുംറ 1-ാം സ്ഥാനത്ത്. ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസ് മെഡലുകൾ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു. വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്ന 25 രക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് മുഖ്യമന്ത്രി മെഡലുകൾ സമർപ്പിച്ചത്. ഡോക്ടർ കെ ശിവപ്രസാദിന് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി താൽക്കാലിക വൈസ് ചാൻസലർ ചുമതല. ഗവർണർ നിയമിച്ച് സെർച്ച് കമ്മിറ്റിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമന ഉത്തരവ്. വിമാനത്താവളങ്ങളുടെ പോയിന്റ് ഓഫ് കോൾ പദവിയിൽ കണ്ണൂരിനെ ഉൾപ്പെടുത്തണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. കണ്ണൂർ വിമാനത്താവളത്തെ അവഗണിക്കുന്ന കേന്ദ്ര നടപടി പക്ഷപാതപരവും വിചിത്രവുമെന്നും ജോൺ ബ്രിട്ടാസ് MP. UAE-യുടെ 53-ാം ദേശീയ ദിനം പ്രമാണിച്ച് തടവുകാർക്ക് മോചനം അനുവദിച്ച് UAE. 100 കണക്കിന് തടവുകാരെയാണ് വിട്ടയക്കുന്നത്. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ പുസ്തകമേള തൊടുപുഴയിൽ ആരംഭിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തകമേള കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ടർക്കിഷ് തർക്കം സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുന്നുവെന്ന് സിനിമ അണിയറ പ്രവർത്തകർ. ചിത്രം പിൻവലിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന ആക്ഷേപം ഉയരുന്നതിനെ തുടർന്ന് നവംബർ 22-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്.
ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തീരുമാനം സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന് ശേഷം. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ രൂപരേഖ അംഗീകരിച്ച് മന്ത്രിസഭ. ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് 4 വർഷം വിലക്ക് ഏർപ്പെടുത്തിയത് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി. നടപടി പരിശോധനയ്ക്ക് സാമ്പിൾ നൽകിയില്ലെന്ന് ആരോപിച്ചു. വയനാട്ടിൽ ആദിവാസികളുടെ കുടിൽ പൊളിച്ച സംഭവം പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച നടപടിയല്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിക്കും. കുടുംബങ്ങൾക്ക് നിയമപരമായി കിട്ടേണ്ട സഹായങ്ങളെല്ലാം നൽകുമെന്നും മന്ത്രി. വയനാട് കാപ്പാട്ടുമലയിൽ നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് റോഡിൽ നിന്നും തെന്നിമാറി. അപകടത്തിൽപ്പെട്ടത് വരയാൽ SNM LP സ്കൂൾ വിദ്യാർത്ഥികൾ. അപകടത്തിൽ 15 വിദ്യാർത്ഥികൾക്കും 3 മുതിർന്നവർക്കും പരിക്കേറ്റു. കോട്ടോടി ലൈബ്രറി ഇന്റർനാഷണൽ ഡോക്യുമെന്ററി പുരസ്കാരം കൈരളി ന്യൂസ് സീനിയർ റിപ്പോർട്ടർ അനൂപ് KR സംവിധാനം ചെയ്ത എ ബുക്കിഷ് മദറിന് 2 പുരസ്കാരങ്ങളാണ് എ ബുക്കിഷ് മദർ നേടിയത്. ഡോക്യുമെന്ററി വിഭാഗത്തിൽ ബെസ്റ്റ് ഫിലിം അവാർഡും ബെസ്റ്റ് ഷോട്ട് ഓഫ് ദി ഇയർ പുരസ്കാരവും ബുക്കിഷ് മദർ നേടി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ശക്തമായ മഴ മുന്നറിയിപ്പ് ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം പൊന്മുടിയിൽ അപകടകരമായ രീതിയിൽ കാർ ഡ്രൈവിംഗ്. പാലോട് പെരിങ്ങമല സ്വദേശികളായ 4 പേരാണ് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അന്വേഷണം ആരംഭിച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും. എൻക്ലേവ് മെഗാ എഡ്യൂക്കേഷണൽ കോൺക്ലേവിന്റെ ലോഗോ മന്ത്രി വി ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. പ്രശസ്ത കാലിഗ്രാഫർ ശ്രീ നാരായണ ഭട്ടതിരിയാണ് ലോഗോ തയ്യാറാക്കിയത്. കൊച്ചി വെണ്ണല ഗവൺമെന്റ് LP സ്കൂൾ ഇനി ഹരിത വിദ്യാലയമുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർവഹിച്ചു. സ്കൂളിലെ ഈ വർഷത്തെ 2ാം ഘട്ട നടീലുത്സവം പച്ചക്കറി തൈ നട്ടുകൊണ്ട് കളക്ടർ തുടക്കം കുറിച്ചു. അന്താരാഷ്ട്ര തലത്തിലുള്ള ആനിമേഷൻ മേളയ്ക്ക് തിരുവനന്തപുരം വേദിയാകുന്നു. അടുത്ത വർഷം മാർച്ച് 6 മുതൽ 9 വരെയാകും മേള. ടൂൺസ് മീഡിയ ഗ്രൂപ്പും കേരളത്തിലെ ആനിമേഷൻ രംഗത്തെ സംഘടനയായ സൈക്കും മുംബൈയിലെ അനിമേളയും ഫ്രാൻസിലെ പ്രധാന അന്താരാഷ്ട്ര ഫെസ്റ്റിവലായ ആനസിയും ചേർന്നാണ് മേള സജ്ജമാക്കുന്നത്. ആലുവയിൽ മോഷ്ടാവിനെ പിടികൂടി. കള്ളനെ പിടികൂടിയത് ആലുവ അദ്വൈതാശ്രമത്തിൽ പൂജാരിക്കുള്ള കാണിക്കത്തട്ടിൽ നിന്നും പൈസ മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ. പിടിയിലായത് തൃശൂർ സ്വദേശി ജോയ്. കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെയും KGPTC സ്റ്റാഫ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വെച്ച് നടന്ന ചടങ്ങ് ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ശ്രീമതി ഷീജ NM ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നഗരത്തിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. 60 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിൽ. കണ്ണൂർ സ്വദേശി മണികണ്ഠൻ P, കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി ബിജു മാത്യു എന്നിവരെ നടക്കാവ് SI ചക്കരോത്തുകുളം ഭാഗത്ത് വെച്ചാണ് പിടികൂടിയത്. പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാനക്കാരനായ 3 മോഷ്ടാക്കൾ പിടിയിൽ. മൊബൈൽ മോഷ്ടിച്ച 2 ബീഹാർ സ്വദേശികളും ആളൊഴിഞ്ഞ ഹോട്ടലിൽ മോഷണം നടത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശിയുമാണ് പെരുമ്പാവൂർ പോലീസ് പിടികൂടി.
ഒരു വർഷം നീളുന്ന ഭരണഘടനാ ബോധവൽക്കരണ പദ്ധതിയുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. ഭരണഘടനാ ദിനാചരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് വെർച്വൽ ഹാളിൽ പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലയിലെ ഓതറയിൽ മുഖംമൂടി ധരിച്ചെത്തിയാൾ മുഖത്ത് മുളകുപൊടി വിതറിയ ശേഷം 73-കാരിയുടെ 2 പവൻ വരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ചു. ഓതറ പഴയകാവിൽ രത്നമ്മയുടെ മാലയാണ് കവർന്നത്. മദ്യലഹരിയിൽ അയൽവാസിയായ വീട്ടമ്മയെ കൈക്കോടാലി കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. കാർത്തികപ്പള്ളി സ്വദേശിനി ലീലയെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ചുടുകാട് സ്വദേശി രാജനെ തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി കിഫ്ബി ഫണ്ടിൽ നിന്ന് 3.9 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന്റെ കുതിച്ചുചാട്ടത്തിന് കിഫ്ബി പദ്ധതി വഴിയൊരുക്കുന്നതായി മന്ത്രി പറഞ്ഞു. ഗായിക ഇസൈവാണിക്കും പാരഞ്ജിത്തിനുമെതിരെ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ സൈബർ ആക്രമണം. 2018 ഒരു സംഗീത പരിപാടിയിൽ ഗായിക ഐ ആം സോറി അയ്യപ്പ എന്ന ഗാനം ആലപിച്ചിരുന്നു. ഗാനം ഹിന്ദു വിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് ആക്രമണം. പ്രമുഖ സംവിധായകൻ രാം ഗോപാൽ വർമ്മയ്ക്കെതിരെ തെരച്ചിൽ വ്യാപിപ്പിച്ചു പോലീസ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെയും കുടുംബത്തിന്റെയും ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിലാണ് നടപടി. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി സമൻസ് അയച്ചതിന് പിന്നാലെയാണ് സംവിധായകൻ ഒളിവിൽ പോയത്. മധ്യപ്രദേശ് ഭോപ്പാലിലെ മുനേറ ജില്ലയിലുണ്ടായ സ്ഫോടനത്തിൽ 3 വീടുകൾ തകർന്നു. സ്ഫോടനത്തിൽ 4 പേർ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല. QR കോഡോട് കൂടിയ പുതിയ പാൻ കാർഡ് പുറത്തിറക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നികുതിദായകരുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടാണ് ഫീച്ചേഴ്സ് പുതുക്കുന്നത്. 1435 കോടി രൂപയുടേതാണ് പാൻ 2.0 പദ്ധതി. അമേരിക്കയുടെ ഇടപെടലിൽ നിർണായക തീരുമാനം. ഹിസ്ബുള്ളയുമായി 60 ദിവസത്തെ വെടിനിർത്തലിനൊരുങ്ങി ഇസ്രായേൽ. കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകി. ചൈനയ്ക്കും കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും താരിഫ് ചുമത്തുമെന്ന് ട്രംപ്. രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ചരക്കുകൾക്കും തീരുവ ചുമത്തി രാജ്യത്തിന്റെ വലിയ വ്യാപാര പങ്കാളികളെ പ്രതിസന്ധിയിലാക്കുമെന്നും ട്രംപ്. കൊലപാതക കേസിൽ 20 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങി കൊല ചെയ്യപ്പെട്ട ആളുടെ വീടിന് വെളിയിൽ പാർട്ടി നടത്തിയും പടക്കം പൊട്ടിച്ച് ജയിൽ മോചനം ആഘോഷിച്ച് കൊലപാതകി. സ്ഥലതർക്കത്തിന്റെ പേരിലുള്ള പകപോക്കലിന്റെ ഭാഗമായാണ് 39-കാരനെ ആക്രമി കൊലപ്പെടുത്തിയത്. ജയിലിലുള്ള പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. 2 പോലീസുകാരടക്കം 6 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാനിൽ 3 പോളിയോ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺഖ്വ പ്രവിശ്യകളിലാണ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ഈ വർഷം രാജ്യത്ത് സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണം 55. സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിൽ വെച്ച് 4 സ്ത്രീകളെ പീഡിപ്പിച്ചുവെന്ന് റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 73-കാരനായ ഇന്ത്യൻ പൗരനെതിരെ സിംഗപ്പൂരിലെ ജില്ലാ കോടതി കുറ്റം ചുമത്തി.
കുവൈറ്റിൽ മലയാളി നഴ്സ് മരിച്ചു. തിരുവല്ല പൊടിയാടി സ്വദേശിനി കുറ്റിച്ചേരിൽ വീട്ടിൽ ജിജി ജോസഫാണ് ഫർവാനി ആശുപത്രിയിൽ മരിച്ചത്. അദാൻ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിരുന്നു. അബുദാബി കലാലയം സാംസ്കാരിക വേദിയുടെ കീഴിൽ സംഘടിപ്പിച്ച 14ാമത് UAE നാഷണൽ സാഹിത്യോത്സവ് സമാപിച്ചു. 11 സോണുകളിൽ നിന്നായി 1200-ൽ പരം പ്രതിഭകൾ പങ്കെടുത്ത പ്രവാസി സാഹിത്യോത്സവിൽ ആതിഥേയരായി അബുദാബി സിറ്റി സോൺ ജേതാക്കളായി. ദുബായിലെ പ്രധാന മേഖലകളിൽ പുതുതായി 141 ബസ് ഷെൽട്ടറുകളുടെ നിർമ്മാണം കൂടി പൂർത്തിയായതായി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു. ഏറെ ആകർഷകവും ഉപയോക്തൃ സൗഹൃദപരവുമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഷെൽട്ടറുകൾ യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങളാണ് ഉറപ്പു നൽകുന്നത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിംഗ് സെവൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മബേലിയിലെ അൽഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ച സെവൻസ് ടൂർണമെന്റിൽ മഞ്ഞപ്പട FC ഒമാൻ വിജയികളായി. കവി റഫീഖ് അഹമ്മദ് രചനയും വിജീഷ് മണി സംഗീത സംവിധാനവും നിർവഹിച്ച ഗാനത്തിന് ലോക റെക്കോർഡ്. സായി സഞ്ജീവനിയുടെ ബാനറിൽ സായിരവം എന്ന ഗാനത്തിൽ 99 ഗായകരാണ് ഒരുമിക്കുന്നത്. ഈ ഗാനത്തിനാണ് ലോക റെക്കോർഡ് കിട്ടിയത്. നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് റിലീസ് ചെയ്യാൻ ഇനി 28 ദിവസം മാത്രം. ഇതിനോടനുബന്ധിച്ച് പുതിയ പോസ്റ്ററും മോഹൻലാൽ പങ്കിട്ടു. മോഹൻലാലിനൊപ്പം മറ്റ് കഥാപാത്രങ്ങളെയും പോസ്റ്ററിൽ കാണും. വൈശാഖ് എലൻസിന്റെ സംവിധാനത്തിൽ ഷറഫുദ്ദീനും ഐശ്വര്യ ലക്ഷ്മിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഫാന്റസി ഹൊറർ കോമഡി എന്റർടൈനർ ഹലോ മമ്മി വിജയകരമായി പ്രദർശനം തുടരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും ഒരു കോമഡി എന്റർടൈനർ എത്തിയതിന്റെ സന്തോഷത്തിലാണ് മലയാളികൾ. സിനിമ കാണാനെത്തുന്നവരിൽ ഭൂരിഭാഗവും കുടുംബ പ്രേക്ഷകരാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തുന്ന ചിത്രം ഐഡിയയിലെ ഗാനം റിലീസ് ചെയ്തു. നിഹാൽ സാദിഖ് സംഗീതമൊരുക്കിയ ഗാനം ആലപിച്ചിരിക്കുന്നത് നിഹാൽ തന്നെയാണ്. ദിവ്യ പിള്ളയും ധ്യാനുമാണ് ഗാനരംഗത്തുള്ളത്. ചിത്രമുടൻ തിയേറ്ററുകളിലും. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.